പവിത്രം സീരിയലിലെ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വിക്രം വേദയോട് പറയുന്നുണ്ട്, എന്റെ ഏട്ടൻ മനഃപൂർവ്വം എന്റെ വിശ്വേട്ടനെ ചതിച്ചതാണ്. കള്ളക്കേസിൽ കുടുക്കി എന്നെ അടച്ചതുപോലെ വിശ്വേട്ടനെയും എന്റെ ചേട്ടൻ ചതിച്ചത് തന്നെയാ. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ വിക്രം, എന്റെ ഏട്ടനാണ് ഇതിന് പിന്നിലെങ്കിൽ ഞാൻ അത് കണ്ടുപിടിച്ചിരിക്കും. അതുപോലെ വിശ്വേട്ടനെ ഞാൻ രക്ഷിച്ചിരിക്കും. ഇത് വേദയുടെ വാക്കാ. ഇതിന്റെ പേരിൽ നിങ്ങൾ ഇനി ആരോടും ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ വഴക്കിനോ ഒന്നിനും പോകരുത്. അത്രേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അന്നേരം വിക്രം ഒന്നും മിണ്ടാതെ വേദിനെ നോക്കുന്നുണ്ട്. അന്നേരം മാഷി ഇതെല്ലാം കേട്ട് വേദിയോട് പറയുക, വേദ കരുതുന്നത് പോലെയല്ല ആ ഇൻസ്പെക്ടർ സാബു. തെളിവുകളെല്ലാം വിശ്വത്തിന് അനുകൂലമാണ്. ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. പക്ഷേ അവനെ രക്ഷിക്കാൻ അത്ര എളുപ്പമല്ല. പിന്നെ കുട്ടിയുടെ ഏട്ടനാണ് ഇതിന് പിന്നിലെന്ന് ഉറപ്പിച്ചു പറയാൻ തെളിവുകളും നമ്മുടെ കയ്യിലില്ല. അങ്ങനെയുള്ളപ്പോ വെറുതെ ചെയ്യാത്ത തെറ്റിന് ഒരാളെ കുറ്റക്കാരനാക്കുന്നത് ശരിയല്ല. ഇത്രയും പറഞ്ഞിട്ട് മാഷ് അകത്തോട്ട് പോകുന്നുണ്ട്. നേരം കരഞ്ഞുകൊണ്ട് ശ്രീജ വേദയോട് പറയുക, എനിക്ക് നല്ല ഉറപ്പുണ്ട് വേദേ, വിശ്വട്ട എന്നോട് പറഞ്ഞതാ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ചതി ഉണ്ടോ എന്ന്. വിശ്വട്ട ഇന്നലെ കൂടി എന്നോട് ചോദിച്ചതാ. വേദയുടെ ഏട്ടനാണ് കമ്പനിയുടെ ഓണർ എന്ന് പറഞ്ഞതിന് ശേഷം വിശ്വട്ടന്റെയും എന്റെയും മനസ്സിൽ ആ ഒരു തോന്നലുണ്ടായിരുന്നു. സാവകാശം വേദയോടെല്ലാം പറയാമെന്നാ ഞാൻ കരുതിയത്. എങ്ങനെയെങ്കിലും എന്റെ വിശ്വട്ടനെ രക്ഷിക്കണം വേദേ. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, ഏട്ടത്തെ വിഷമിക്കേണ്ട, വിശ്വട്ടനെ ഈ കേസിൽ നിന്നും ഞാൻ രക്ഷിക്കും. അല്ലെങ്കിൽ എന്ത് വേണോന്ന് എനിക്കറിയാം. ആശയോടെ വിക്രം പറയുന്നുണ്ട്. ഇത് കേട്ട് വേദ ശ്രീജയോട് പറയുക, ഞാൻ പറഞ്ഞല്ലോ ഏട്ടത്തി, ഇത് എനിക്ക് വിട്ടേക്ക്. ഇത് കേട്ട് ശ്രീജ ആശ്വാസത്തോടെ കത്തിക്ക് പോകുന്നുണ്ട്. അന്നേരം വിക്രം വേദയോട് ചോദിക്കുന്നുണ്ട്, നീ എങ്ങനെ രക്ഷിക്കുമെന്ന ശ്രീജേട്ടത്തിയോട് എന്നോടും പറയുന്നത്. വിശ്വേട്ട ഇപ്പോ പോലീസ് സ്റ്റേഷനില. തെളിവുകളെല്ലാം വിശ്വേട്ടന് നേർക്കാണ്. യഥാർത്ഥ കുറ്റവാളി ആരാണെന്നും ആരാണ് ഇതിന് പിന്നിലെന്നും വിശ്വട്ട് എങ്ങനെയാണ് ഈ ചതിയിൽ വിട്ടുപോയതെന്നും കണ്ടുപിടിക്കാൻ നിനക്ക് എങ്ങനെ കഴിയും? ഇത് കേട്ട് വേദ വിക്രമിന്റെ അരികിലോട്ട് പോകുന്നുണ്ട്. ചിരിച്ചുകൊണ്ട് വിക്രമിനോട് പറയുക, വെറുതെ ഒരു കാര്യവും ഈ വേദ പറയില്ലെന്ന് വിക്രമിന് അറിയില്ലേ? ഇതിന് പിന്നിൽ എന്റെ ഏട്ടനാണെന്ന് എനിക്ക് നന്നായി അറിയാം വിക്രം. അതുകൊണ്ട് തന്നെ വിശ്വട്ടനെ ഈ കേസിൽ നിന്നും ഞാൻ രക്ഷിച്ചിരിക്കുമെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. ആദ്യം ഈ കേസിനെ കുറിച്ച് വ്യക്തമായിട്ട് ഞാനൊന്ന് പഠിക്കട്ടെ. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് വിശ്വേട്ടനോട് എനിക്ക് നേരിട്ട് ചോദിക്കണം. ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട്, എടി നാളെ വിശ്വേട്ടനെ കോടതിയിൽ ഹാജരാക്കും. ജാമ്യം കിട്ടിയില്ലെങ്കിൽ വിശ്വേട്ടൻ പിന്നെ പോകുന്നത് ജയിലോട്ടാ. ഇന്നൊരു ദിവസം കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരിക്കലും വിശ്വേട്ടന് ജാമ്യം കിട്ടില്ല ഇന്ന്. ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, അതെനിക്കറിയാം. കോടതിയിൽ ഹാജരാക്കുമല്ലോ. അവിടെ വിശ്വേട്ടന് വേണ്ടി വാദിക്കുന്നത് മറ്റാരുമല്ല, ഈ വേദ ശങ്കരനാരായണനായിരിക്കും. ആദ്യമായി ഈ വേദ വക്കീൽ വേഷമണിഞ്ഞ് വിശ്വേട്ടന് വേണ്ടി കോടതിക്കുള്ളിൽ നീതിക്കായി നിരപരാധി കുറ്റക്കാരനാവാതിരിക്കാനായി വിശ്വേട്ടന് വേണ്ടി വേദ വാദിക്കും. വിശ്വേട്ടന് നാളെ ജാമ്യം കിട്ടിയിരിക്കും. ഇത് കേട്ട് വിക്രം അമ്പരന്ന് വേദി നോക്കുന്നുണ്ട്. വിക്രമിന്റെ മനസ്സിലും മുഖത്തും 1000 സന്തോഷം അലതല്ലുന്നത് വേദ കാണുന്നുണ്ട്. കണ്ണെടുക്കാതെ വിക്രം വേദേനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് വേദ വിക്രമിനോട് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ ഇതിനെക്കുറിച്ച് എന്റെ ഏട്ടനോടോ ആരോടും ചോദിക്കാനോ പറയാനോ നിൽക്കണ്ട. നിങ്ങൾ ഈ പ്രശ്നത്തിൽ ഇടപെടരുതെന്ന ഞാൻ പറഞ്ഞത്, മനസ്സിലായോ? ഇത് കേട്ട് വിക്രം വേദേനെ നോക്കി ചിരിക്കുന്നുണ്ട്. അന്നേരം വേദയും വിക്രമിനെ നോക്കി ചിരിക്കുക. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് വിശ്വട്ടനെ ഒന്ന് കാണണം, നമുക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോവാമോ? അന്നേരം വിക്രം ശരിയെന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും ഒരുമിച്ച് പോലീസ് സ്റ്റേഷനിലോട്ട് പോകുന്നുണ്ട്. വിശ്വത്തെ കണ്ട് വേദ സംസാരിക്കുക. നടന്ന സംഭവങ്ങളെല്ലാം വിശ്വം വേദയോട് പറയുന്നുണ്ട്. എല്ലാം കേട്ട ശേഷം വേദ വിശ്വത്തിനോട് പറയുക, വിഷമിക്കണ്ട, നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോ വിശ്വേട്ടന് വേണ്ടി വാദിക്കുന്നത് ഞാനാ. നടന്ന കാര്യങ്ങൾ ഇതുപോലെ കോടതി പറയണം. ബാക്കിയെല്ലാം ഞാൻ ഏറ്റു. ധൈര്യമായിരിക്കെ. വിശ്വത്തെ ആശ്വസിപ്പിച്ച ശേഷം വേദ നേരെ വിശ്വം ആശുമായി പോയ ബാങ്കിലേക്ക് പോകുന്നുണ്ട്. വിക്രമിനോട് വേദ പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാം. ഇത്രയും പറഞ്ഞിട്ട് വേദ ബാങ്കിനുള്ളിലേക്ക് പോകുന്നുണ്ട്. അവിടുത്തെ മാനേജറുമായി സംസാരിച്ച ശേഷം വേദ തിരികെ വിക്രമിന്റെ കൂടെ വീട്ടിലേക്ക് വരുക. നേരെ വിക്രം ബൈക്കിലിരുന്ന് വേദയോട് ചോദിക്കുക, നിനക്ക് എന്തെങ്കിലും തെളിവ് കിട്ടിയോ? നാളെ കോടതിയിൽ നിനക്കെതിരെ വാദിക്കുന്നത് ചിലപ്പോൾ ദർശൻ സാർ ആയിരിക്കും. നിന്റെ ഏട്ടൻ അതിനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ടാവും. ദർശൻ സാർ വാദിച്ച ഒരു കേസും ഇതുവരെ തോറ്റിട്ടില്ല. അത് നിനക്ക് ഓർമ്മ വേണം. ഇത് കേട്ട് വേദ പറയുക, എന്റെ പ്രതിഭാഗം വക്കീലിനെ കുറിച്ചല്ല ഞാൻ ചിന്തിക്കേണ്ടത്, നിരപരാധിയായ വിശ്വട്ടനെ കുറിച്ചാണ്. നീതി കിട്ടണം. നിരപരാധി ഒരിക്കലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല. അതാ ഞാൻ പഠിച്ച നിയമം. ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് പറയുക, എനിക്ക് നിന്നെ വിശ്വാസമാ. ഈ വിശ്വട്ടനെ പുറത്തിറക്കുന്ന ഒരു വിശ്വാസം എനിക്കുണ്ട്. തിരിച്ചുകൊണ്ട് വിക്രം പറയുന്നുണ്ട്. വീട്ടിലെത്തിയ ശേഷം വേദ ഫോണെടുത്ത് ശ്രീകാന്തിനെ വിളിക്കുക. വേദയുടെ കോള് കണ്ട് ശ്രീകാന്ത് മാറി നിന്ന് സംസാരിക്കുന്നുണ്ട്. എന്താ നീ വിളിച്ചത്? അന്നേരം വേദ പറയുക, ഏട്ടൻ അറിയില്ലേ ഞാൻ എന്താ വിളിച്ചതെന്ന്? ഏട്ടന് നന്നായി അറിയാം. അന്നേരം ശ്രീകാന്ത് പറയുന്നുണ്ട്, ഇപ്പൊ മനസ്സിലായി, എന്റെ കമ്പനിയിലാ എന്റെ ഭർത്താവിന്റെ ഏട്ടൻ ജോലി ചെയ്യുന്നത്.
10 ലക്ഷം രൂപയാ എനിക്ക് നഷ്ടമായത്. അതെനിക്ക് കിട്ടിയിരിക്കണം. അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഇത് കേട്ട് വേദ പറയുക, എന്തിനാ ശ്രീയേട്ട പാവം ഒരു മനുഷ്യനെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? ഈ കുടുംബത്തിനോട് തന്നെ വേണോ ഈ ചതി? ശ്രീയേട്ട ഒന്നോർത്തോ, ഏട്ടൻ ജയിച്ചൊന്ന് കരുതണ്ട. നാളെ കോടതിയിൽ ഞാനും ഉണ്ടാവും. വിശ്വേട്ടന്റെ അനിയന്റെ ഭാര്യയായിട്ടല്ല, ആ കുറ്റവാളിയുടെ പ്രതിഭാഗം വക്കീലായിട്ട് വിശ്വേട്ടനെ ഞാൻ പുറത്തു കൊണ്ടുവന്നിരിക്കും. ഏട്ടന് ചെയ്യാൻ പറ്റുന്നത് ഏട്ടൻ ചെയ്തോ. യഥാർത്ഥ കുറ്റവാളി ആരായാലും ഞാൻ അയാളെ പുറത്തു കൊണ്ടുവന്നിരിക്കും. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഏട്ടനെയും ഓർത്തോ. ഇത്രയും പറഞ്ഞിട്ട് വേദ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് കേട്ട് ശ്രീകാന്ത് അമ്പരപ്പോടെ നിൽക്കുന്നുണ്ട്. വിശ്വസിക്കാനാവാതെ ഉടനെ വർഷയോട് ഇത് പറയുന്നുണ്ട്. അന്നേരം വർഷ പറയുക, നമ്മുടെ ദർശനല്ലേ വക്കീല്, അവന്റെ മുന്നിൽ ആരും ജയിച്ചിട്ടില്ല, ഒരു കേസ് പോലും തോറ്റിട്ടില്ലെന്ന് ഏട്ടൻ അറിയില്ലേ? അന്നേരം ഇതൊന്നും ശങ്കരൻ അറിയുന്നില്ല. പിറ്റേ ദിവസം രാവിലെ മാഷിനോട് വേദ പറയുന്നുണ്ട്, അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം. കാലിൽ തൊട്ടിട്ട് വേദ പറയുക. അന്നേരം മാഷ് ചോദിക്കുന്നുണ്ട്, എന്താ വേദേ? അന്നേരം വേദ പറയുന്നുണ്ട്, ഇന്ന് ഞാൻ വിശ്വേട്ടന് വേണ്ടി കോടതിയിൽ വാദിക്കുന്നത് ഞാനാണ് അച്ഛ. എനിക്ക് വിശ്വേട്ടനെ രക്ഷിക്കണം. കേട്ട് മാഷ് അമ്പരന്ന് വേദിയെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുക, എന്റെ എല്ലാ അനുഗ്രഹങ്ങളും മോൾ കൊണ്ട് ഒരിക്കലും നിരപരാധി രക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന നിയമം തന്നെയാണ് എന്റെ മനസ്സിലും. മോള് പെക്കോ, ഞാൻ വന്നോളാം. അന്നേരം വേദ തിരിച്ചുകൊണ്ട് വിക്രമിന്റെ കൂടെ കോടതിയിലോട്ട് പോകുന്നുണ്ട്. അന്നേരം ശ്രീജ കോടതിക്ക് പുറത്ത് നിൽക്കുന്നുണ്ട്. വിക്രമിനെയും വേദയും കണ്ട് അവരുടെ അരികിലേക്ക് ശ്രീജ വരുന്നുണ്ട്. എന്നിട്ട് പറയുക, വിശ്വേട്ടനെ ഇതുവരെ കൊണ്ടുവന്നില്ല വേദ, എനിക്കാകെ പേടിയാവുക. വിശ്വേട്ടൻ ഇന്ന് ജാമ്യം കിട്ടുമല്ലോ അല്ലേ വേദ? അന്നേരം വേദ പറയുന്നുണ്ട്, ഏട്ടത്തി വിഷമിക്കണ്ട, വിശ്വേട്ടൻ ഇന്ന് ജാമ്യം കിട്ടിയിരിക്കും. ഞാനല്ലേ പറയുന്നേ? അന്നേരം ശ്രീജ പറയുക, ഇതിന് പിന്നിൽ വേദയുടെ ഏട്ടൻ തന്നെയാ. വിശ്വേട്ടനെ മനഃപൂർവ്വം അതിൽ പെടുത്തിയതാ. മറ്റാരേക്കാളും വിക്രമിനറിയാം വിശ്വേട്ടന്റെ സ്വഭാവം അല്ലേ വിക്രം? ഇത് കേട്ട് അന്നേരം വേദ പറയുന്നുണ്ട്, എന്റെ ഏട്ടനും വിശ്വേട്ടനും തമ്മിലുള്ള യുദ്ധമല്ല, ഞാനും എന്റെ ഏട്ടനും തമ്മിലുള്ള പോരാണ് ഇതിനെല്ലാം കാരണം. എന്ത് വേണോന്ന് എനിക്കറിയാം, ഏട്ടത്തെ വിഷമിക്കണ്ട. നേരം ഇൻസ്പെക്ടർ സാബുവും വിശ്വനും കോടതിയിലേക്ക് വരുന്നുണ്ട്. നേരം ഓടി വിശ്വത്തിന്റെ അരികിലോട്ട് ശ്രീജ പോകുന്നുണ്ട്. വിശ്വട്ടാന്ന് വിളിച്ച് ശ്രീജ വിഷമത്തോടെ നിൽക്കുക. നേരം വിശ്വം പറയുന്നുണ്ട്, നീ വിഷമിക്കണ്ട, ഞാൻ ഒരു തെറ്റും ചെയ്യില്ലെന്ന് നിനക്കറിയില്ലേ ശ്രീജ? അന്നേരം ശ്രീജ പറയുന്നുണ്ട്, എനിക്കറിയാം, ഏട്ടൻ വിഷമിക്കണ്ട, വേദ വിശ്വേട്ടനെ ജാമ്യത്തിൽ ഇറക്കുമെന്ന്. അന്നേരം പോലീസ് വിശ്വത്തിനെയും കൂട്ടി അകത്തേക്ക് പോകുന്നുണ്ട്. നേരം വേദയും വിക്രമും വിഷമത്തോടെ നിൽക്കുന്നുണ്ട്. നേരം വേദ വിക്രമിനോട് പറയുന്നുണ്ട്, എന്നാ ഞാൻ ഓഫീസിലോട്ടൊന്ന് പൊക്കോട്ടെ, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്തു തീർക്കാൻ. ഇത് കേട്ട് വിക്രം ചിരിച്ചുകൊണ്ട് വേദയെ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് പ്രണയത്തോടെ. ഇത് കണ്ട് വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കുന്നേ? നേരം വിക്രം പറയുന്നുണ്ട്, നിന്നെ വക്കീൽ കോട്ടണിഞ്ഞ് കാണാൻ ഒരു മോഹം, ആ കാഴ്ച കാണാൻ ഞാനും ഉണ്ട്, ഓൾ ദി ബെസ്റ്റ് എന്നൊക്കെ വേദയോട് പറയുന്നുണ്ട്. ഇത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുക. നേരം കണ്ണെടുക്കാതെ വിക്രം വേദേനെ നോക്കി നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഓഫീസിൽ പോയി വക്കീൽ കോട്ടണിഞ്ഞ് നിൽക്കുമ്പോഴേക്കും ദർശൻ അവിടേക്ക് വരുന്നുണ്ട്. വേദയെ കണ്ട് കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട്. ആ വേഷത്തിൽ കണ്ട് നേരം ചിരിച്ചുകൊണ്ട് വേദ നോക്കുക. നേരം ദർശൻ പറയുന്നുണ്ട്, എന്നെ ഈ വേഷത്തിൽ കാണാൻ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചിട്ടുണ്ടെന്നറിയാമോ? അത് ഇത്രയും പെട്ടെന്ന് സാധിക്കുമെന്ന് ഞാൻ കരുതിയില്ല. നേരം വേദ പറയുന്നുണ്ട്, എല്ലാത്തിനും ഓരോ സമയമുണ്ടല്ലോ. നേരം ദർശൻ പറയുക, എനിക്ക് തന്നോട് തനിച്ചൊന്ന് സംസാരിക്കണം. നേരം വേദ പറയുന്നുണ്ട്, എന്താ നമുക്ക് പുറത്തോട്ട് നിൽക്കാം. അന്നേരം രണ്ടുപേരും പരസ്പരം നോക്കുന്നുണ്ട്. നേരം വേദ ചോദിക്കുക, എന്താ ദർശൻ? നേരം ദർശൻ പറയുക, ഞാൻ ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് എന്റെ ഏട്ടനെതിരെയാണ്. ഇതിന് പിന്നിൽ പ്രിയേട്ടനാണെന്ന് എനിക്ക് നന്നായി അറിയാം. അതുപോലെ തനിക്കും എല്ലാം അറിഞ്ഞിട്ടാണോ ഞാൻ ഈ കേസ് ഏറ്റെടുത്തത്? തനിക്ക് നിരപരാധിത്വം തെളിയിക്കാൻ കഴിഞ്ഞ കുറ്റക്കാരനാവുന്നത് തന്റെ ഏട്ടനാണ്. അതെല്ലാം ആലോചിച്ചിട്ടാണോ വേദ ഇങ്ങനെ തീരുമാനം എടുത്തത്? കുടുംബത്തിൽ ഇതെങ്ങനെ ബാധിക്കുമെന്ന് ഇത് ചിന്തിച്ചോ? വേദയുടെ അച്ഛനെ കുറിച്ച് എല്ലാം ആലോചിച്ചിട്ടാണോ വേദ ഈ തീരുമാനം എടുത്തത്? ഇത് കേട്ട് വേദ പറയുന്നുണ്ട്, എല്ലാം എനിക്കറിയാം ദർശൻ. ശ്രീയേട്ടൻ എന്തിനു വേണ്ടിയാണ് വിക്രമിനോടും ആ കുടുംബത്തിനോടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും എനിക്ക് നന്നായി അറിയാം. അതൊരിക്കലും നടക്കില്ല. ആ കുടുംബത്തെ തൊട്ട് കളിച്ച എനിക്ക് നോക്കി നിൽക്കാനാവില്ല. കാരണം വിക്രവും ആ കുടുംബവും ഇപ്പൊ എന്റെയും കൂടെയാണ്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതെനിക്ക് കണ്ടു നിൽക്കാനാവില്ല. ഇനിയും ഏട്ടൻ ആ കുടുംബത്തിനെതിരെയും വിക്രമിനെതിരെയും ഒളിയമ്പുകളുമായി യുദ്ധത്തിനിറങ്ങാൻ പാടില്ല. ഇതൊരു പാടാവട്ടെ. ശ്രീയേട്ടൻ ഇത്രയും പറഞ്ഞിട്ട് ദർശന്റെ അരികിൽ നിന്നും വേദ പോകുന്നുണ്ട്. അന്നേരം ഇൻസ്പെക്ടർ സാബു ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതേ കണ്ട് അമ്പരന്ന് നോക്കുന്നുണ്ട്. അന്നേരം വേദ സാബുവിനെ നോക്കി പറയുന്നുണ്ട്, തെറ്റ് ചെയ്യാത്തവരെ കുടുക്കിലാക്കി ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുന്ന നിങ്ങളുടെ തന്ത്രം ഇത്തവണ വില പോകില്ല. കാരണം ഈ വേദയ ഇവിടെ നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. നിങ്ങൾ ഓർത്തോ, വള്ള തെളിവുകൾ ഉണ്ടാക്കി വിശ്വേട്ടനെ ജയിലിലാക്കാമെന്ന മോഹം അങ്ങ് ഉപേക്ഷിച്ചേക്ക്. അന്നേരം ശ്രീകാന്തിനെ കാണുന്നുണ്ട്. ഇതേ കണ്ട് ശ്രീകാന്ത് ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. അന്നേരം അരികിലോട്ട് പോവുക. തിരിച്ചുകൊണ്ട് ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ഏട്ടൻ ആരെയാണോ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? ഏട്ടൻ എന്തൊക്കെ കെണികൾ ഒരുക്കിയാലും അവസാനം ഈ കോടതി മുറിയിൽ എത്തേണ്ടി വരും അല്ലേ ശ്രീയേട്ട? അവിടെ രക്ഷിക്കാൻ ഈ വേദയുണ്ടാവും, വിക്രമിനെയും കുടുംബത്തിനെയും. അതുകൊണ്ട് ഏട്ടൻ ജയിച്ചു എന്ന് കരുതണ്ട. യുദ്ധം നമ്മൾ തമ്മില. ആര് ജയിക്കുമെന്ന് നമുക്ക് കാണാം. ഇതോടെ എല്ലാം അവസാനിപ്പിക്കുന്നതാ ഏട്ടന് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ കാരണം ഏട്ടൻ അഴിക്കുള്ളിലാവുന്നത്
കണ്ടു നിൽക്കാൻ നമ്മുടെ അച്ഛനാവില്ല. അത് ഓർക്കുന്നത് നല്ലതാ. ചിരിച്ചുകൊണ്ട് വേദ പോകുന്നുണ്ട്. അന്നേരം ഇത് കേട്ട് ശ്രീകാന്ത് ദേഷ്യത്തോടെ വേദിനെ നോക്കുന്നുണ്ട്. അന്നേരം വിശ്വത്തിന്റെ കേസ് വിളിക്കുന്നുണ്ട് ജഡ്ജി. അന്നേരം പ്രതിഭാഗം വാദിക്കാനായി വേദ വേഷമണിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇത് കണ്ട് വിക്രം കണ്ണെടുക്കാതെ വേദിയെ നോക്കുന്നുണ്ട്. അതുപോലെ ശ്രീജിയും മാഷും എല്ലാവരും അമ്പരന്ന് നിൽക്കുക.